നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഒരു ഒന്നൊന്നര വാഴ്ത്തുപാട്ട് ഇപ്പോൾ പ്രചരിക്കുന്നു. ഏഷ്യാനെറ്റ് മാപ്രയായിട്ടുള്ള വിനു വി ജോണിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത വാഴ്ത്തുപാട്ട്. വിനു വി ജോൺ തലയിൽ മുടിയില്ല, മാപ്ര മേഖലയിലെ ഊള തുടങ്ങിയ ഗംഭീര വരികളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു വാഴ്ത്തുപാട്ട്. കേട്ടില്ലല്ലേ? കേൾക്കണം. വിനു വി ജോൺ എട്ടുമണി സൂര്യൻ അന്തിക്കെട്ടി അന്ധതമാറ്റ ജ്വലിച്ചു സ്വർഗത്തില് രാജാവത്തിനു സമറില് വിനുവിജോണ് പത്തനംതിട്ടയുടെ അഭിമാനം ജയശങ്കര പണിക്കര് കുട്ടപ്പൻ കൂടെയുണ്ടി പട്ടാളം മുത്തു പൊഴിക്കും പുഞ്ചിരി ജോനിൻ മകനെ കിടിലം നീ. ഇത് മാത്രമല്ല, ഇതിന് പിന്നാലെ ഈ പാട്ട് വെച്ചുകൊണ്ട് ഒരു സൂപ്പർ ട്രോൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് തയ്യാറാക്കി ആരാണെങ്കിലും അവർക്ക് കൊടുകൈ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രമാത്രം ഗംഭീരമായി എഡിറ്റ് ചെയ്ത ഒരു സൂപ്പർ ട്രോൾ വീഡിയോ ആണ്. അതായത് നേരത്തെ പിണറായി വിജയനെതിരെ ഏതോ ഒരു വ്യക്തി ഒരു പാട്ടിറക്കി വിട്ടപ്പോ എന്തൊക്കെ തരത്തിലായിരുന്നു ഈ 8 മണി സൂര്യൻ വല്ലാത്ത രീതിയിലെല്ലാം നുരഞ്ഞു പൊന്തുന്നത് കണ്ടു. കാര്യം പിണറായി വിജയൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതുപോലെയാണ്. ഇനിയിപ്പോ പറയും ഞാനല്ല ചെയ്തത്, ആരോ ഒരാൾ ചെയ്തതാണ്, വേണമെങ്കിൽ എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തതാണെന്ന ന്യായീകരണമൊക്കെ ഇറക്കാം. പക്ഷെ അത് കണ്ടിട്ട് എന്റെ അറിവോടുകൂടി ഞാൻ തന്നെ ഈ മൗനാനുവാദം കൊടുത്തിട്ട് പുറത്തു വന്നതാണ്. ആരാണ് ഒരു പുകഴ്ത്തലൊക്കെ ആഗ്രഹിക്കാത്തത്? അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രിയേഷൻ ആണെന്നത് കണ്ടാൽ മനസ്സിലാകും. എന്തായാലും അതിനെ എടുത്തിപ്പോ ഈ അണ്ണാക്കി പിരിവെട്ടിക്കും പോലെ തന്നെ ഒന്ന് റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മൂപ്പരാണ് ഈ പാട്ടിലെ നായകൻ. എട്ടുമണി സൂര്യൻ അന്തിക്കെട്ടി അന്ധതമാറ്റ. ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുമ്പം തന്നെ എന്തോ പോലെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്നത്തെ പരിപാടി. പത്തനംതിട്ടയുടെ അഭിമാനം ജയശങ്കര പണിക്കര് കുട്ടപ്പൻ കൂടെയുണ്ടി പട്ടാളം. ഈ പാട്ടിലെ വരികളാണ് ഏറെ കൗതുകവും ശ്രദ്ധേയവും. മുത്തു പൊഴിക്കും പുഞ്ചിരി ജോനിൻ മകനെ ജോനിൻ മകനെ ജോനിൻ മകനെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ട്വിസ്റ്റ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പ്രകൃതിന്റെ ഓരോരോ വിളയാട്ടങ്ങൾ, അല്ലാണ്ട് എന്തെന്ന് പറയാനാ. എട്ടുമണി സൂര്യൻ. പാട്ട് കേൾക്കുമ്പോ അമ്മക്കൻ എന്തോ തൊലിയുരിയുന്ന പോലെ തോന്നുന്നുണ്ടെന്നാ. അങ്ങനെയൊന്നുമില്ല, സൂപ്പർ പാട്ടാണത്. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഓ, നമ്മളെ കുറിച്ചിട്ടൊന്നും പാട്ടെഴുതാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ എന്നാ. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ചാനൽ മുറിയുടെ വിശിഹ ഈ നികൃഷ്ട ജീവി പിശക വിനുവിജോണ്. എട്ടുമണി സൂര്യൻ. ആരാണ് ഒരു പുകഴ്ത്തലൊക്കെ ആഗ്രഹിക്കാത്തത്? വല്ലാത്ത തരം പുകഴ്ത്തലല്ലേ? പ്രത്യേക തരം ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി ആ 8 മണി സൂര്യൻ തിളങ്ങി അങ്ങ് നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പിണറായി വിജയനെതിരെ ആരോ ഉണ്ടാക്കിയതിന് കയറി മേഞ്ഞതിന് വളരെ കൃത്യമായിട്ട് ഇതുപോലെ പുറത്തു വരുമ്പോൾ മറുപടി പറയേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിപ്പോ കാണുമ്പോൾ നമ്മുടെ പഴയ ഈ മധുമോഹൻ എന്ന് പറയുന്ന ഒരു സീരിയൽ നടനുണ്ട്. അതായത് അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ ചർച്ചകൾ നടക്കുന്നത്. സ്ഥിരം നായകൻ ഞാനും എന്റെ കച്ചേരിക്കാരും. അതുപോലെ മധുമോഹന്റെ കുറെ സീരിയലുകൾ നമ്മുടെ നാട്ടിൽ കണ്ടതാണ്. അതേ മധുമോഹന്റെ വേറൊരു മാപ്ര വേർഷനായിട്ട് വേണം ഇദ്ദേഹത്തെ കാണാനായിട്ട്. അദ്ദേഹം തന്നെ എല്ലാ ദിവസവും നടനായിട്ടിരിക്കുന്നു.
കച്ചേരിക്കാരായിട്ട് ജോസഫ് സി മാത്യു, പണിക്കർ, ജയശങ്കർ, കുട്ടപ്പൻ തുടങ്ങി സ്ഥിരം കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തിരക്കഥയും സ്ക്രിപ്റ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കുട്ടപ്പ? അയ്യോ, ഇതിനേക്കാൾ വലിയ സത്യമില്ല എന്റെ 8 മണി സൂര്യ എന്ന് പറയും പോലെയുള്ള കുട്ടപ്പന്മാരെയും പിന്നെ പണിക്കർമാർ, അതായത് ഈ വിനു വി ജോണിന്റെ സങ്കല്പത്തിലെ ഈ നാട്ടിലെ ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശമാണ്. എങ്ങനെ സ്വന്തമായിട്ട് സംഖ്യയാണെന്ന് പറയാൻ നാണക്കേടുള്ള ഒരു വലിയ വിഭാഗക്കാർ. ഈ നാട്ടിലെ സകലമാന പേർക്ക് ഇവരുടെ സംസാരവും ഇവരുടെ അഭിപ്രായവും കേൾക്കുമ്പോൾ അറിയാം സംഖ്യയാണെന്ന്. പക്ഷെ ചോദിച്ചാൽ ഇവർ സംഖ്യ എന്ന് പറയില്ല. കാര്യം അത്രമാത്രം വൃത്തികേടാണ് സംഖ്യ എന്ന് അവർക്ക് തന്നെ അറിയാന്നുള്ളത് കൊണ്ട് സ്വന്തം രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്ന കേരളത്തിലെ ഊള സംഖ്യകളുടെ ഭജന സംഘത്തെ കൊണ്ട് നടത്തുന്ന ആ 8 മണി സൂര്യനെ കുറിച്ച് എന്തെല്ലാം മികച്ച വാക്കുകൾ ചേർത്താണ് ഇങ്ങനെ ഒരു പാട്ടിറക്കിയിരിക്കുന്നത്. എന്തായാലും നമോ ഭാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ. 8 മണി സൂര്യനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. പറഞ്ഞു തഴമ്പിച്ച കാര്യമായതുകൊണ്ട് കൂടുതലൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നില്ല. എന്തായാലും ആ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തു വെച്ച ആ പരിപാടി കണ്ടിട്ട് ആ തൊലിക്കട്ടിയെ കുറിച്ച് മാത്രം ഓർത്ത് സഹതപിക്കുന്നു എന്ന് പറയുകയാണ്.